ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സീക്രട്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ആ ഒരു പിണങ്ങി നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ കാർഡ്സ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അവരുടെ ഒരു തോട്ട്, അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ടോ, അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ വരുന്ന എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. ഇനി നിങ്ങളുമായിട്ട് ക്ലൂസ് ഉൾപ്പെടെ എല്ലാത്തിനും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അപ്പോൾ ഇതിലെ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ല ലെസ് കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു റീസൺ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ്. അതായത് എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു പരിധി വരെ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദികളുമാണ്. അതായത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ തലയിൽ മാത്രം നമുക്ക് ഇത് കെട്ടിവെക്കാനായിട്ട് സാധിക്കില്ല. ഒരു പരിധി വരെ നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസും ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരുന്ന ഒരു സമയത്തും വേണമെങ്കിൽ ഇപ്പോഴും പറയാം, നിങ്ങൾ അത്രമേൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അതായത് ഒരു പാസിങ് ഫാൻസി അല്ലെങ്കിൽ ഒരു ടൈം പാസിനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നില്ല. നിങ്ങളിപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാത്ത രീതിയിലുള്ള നിങ്ങളിപ്പോൾ ലവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സിംഗിൾസായിട്ട് രണ്ടുപേരും മാരേജിന് വേണ്ടി പ്ലാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എക്സ്ട്രാ മെരീറ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ഡീപ്പായിട്ടുള്ളതായിരുന്നു. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത് നിങ്ങളുടെ പേഴ്സൻ്റെ മാത്രം ഒരു റീസൺ കൊണ്ടാണ്, അങ്ങനെയുള്ളവരാണ് ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. തീർച്ചയായിട്ടും ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, അതായത് പ്രധാനമായിട്ടും ആ ഒരു വ്യക്തിയാണ് പങ്ക് വഹിച്ചിട്ടുള്ളതെങ്കിലും നിങ്ങളുടെ ചില പിടിവാശികളും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ബ്രേക്കപ്പിന് കാരണമാകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും ഇനി അഡ്വൈസസ് ആണെന്നുണ്ടെങ്കിലും അല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ എന്താ പറയുക ഒരു കുറച്ച് ടൈം ഇവരൊന്ന് കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അത്രയധികം പാനിക്കാവുന്ന ആ രീതിയിൽ, ഇപ്പോൾ അമ്മയ്ക്ക് മക്കളോടുണ്ടാവുന്നൊരു സ്നേഹമുണ്ടല്ലോ അതുപോലെ അത്രത്തോളം വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആയിരിക്കണം നിങ്ങൾ ചിലപ്പോൾ ഇത് കൊണ്ടുപോയിട്ടുണ്ടാവുക. ലവർ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തി പാർട്ട്ണർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ മക്കളോട് നമ്മളൊരു കരുതൽ കാണിക്കുമല്ലോ. അപ്പോൾ അത്രത്തോളം ഒരു ഇൻറ്റിമസി നിങ്ങളിവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന ആൾക്ക് ചിലപ്പോൾ അത് ബാധ്യതയാവാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കയ്യിലെടുത്തുകൊണ്ട് നടക്കാൻ ഒരാളുണ്ടെന്ന് ആദ്യകാലങ്ങളിൽ എല്ലാവരും അത് ഭയങ്കര സന്തോഷമായിട്ട് കരുതും, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗ്യമായിട്ട് കരുതും. പിന്നീട് ഇതേ ഒരു കാര്യം തന്നെയാണ് ഒരു ടോക്സിക് ആവുന്നത് ചിലവർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു പൊസസീവായിട്ട് മാറുക, മറ്റേയാൾക്ക് അതൊരു ബാധ്യതയായിട്ട് മാറുന്നൊരു സാഹചര്യം വരിക. അപ്പോൾ ഇവിടെ ഇത്രത്തോളം ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കെയറിംഗ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തി, അതായത് മൂന്നാമത്തെ ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചിലവരുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ കടന്നു വന്നിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കുറച്ച് ടോക്സിക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല, നിങ്ങൾ അവർക്കൊരു സമാധാനം കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളായിട്ടുള്ള വ്യക്തിയാണെന്നെല്ലാം അവർ ചിലപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കാം അവർ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ടോക്സിസിറ്റീനെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ വേറെ ചിലവർക്ക് അവരുടെ ഫാമിലിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, അതായത് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തികൾ തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാധ്യതയായിട്ട് മാറിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മനസ്സുകൊണ്ട് തന്നെ അവർക്ക് മതിയായി എന്നുള്ളൊരു തോന്നൽ, ചിലപ്പോൾ നിങ്ങളുടെ ഓവർ കെയറിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ പിടിവാശികളോ ഒക്കെ കൊണ്ടായിരിക്കാം എനിക്കിനി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻ നിലനിൽക്കെ തന്നെ മറ്റൊരു വ്യക്തിയുടെ ഒരു സ്വാധീനം, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ചെന്നേ പറ്റൂ എന്നുള്ളൊരു സ്ട്രഗിൾ വന്നപ്പോൾ പോയതാവാനും മതി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പിരിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ ടോക്സിക് ആയിരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പിടിവാശി അധികം പിടിച്ചിട്ടില്ലായിരുന്നു, അവർക്ക് തോന്നിയതാണെന്നൊക്കെ പറയാം. പക്ഷേ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ അത് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ സ്നേഹം മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരു വിലങ്ങതടിയാവാനായിട്ടും തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പണ്ടങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ അങ്ങനെ മാറി എന്ന് പറഞ്ഞിട്ടും നമുക്കതിൽ കാര്യമില്ല. കാരണം മറ്റുള്ളവരുടെ ഇമോഷൻസ് ആണല്ലോ. മാറ്റമില്ലാത്തതായിട്ട് മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും ആളുകളുടെ മൈൻഡ് ചേഞ്ച് ആവാം. അപ്പോൾ ആ ഒരു രീതിയിൽ പക്ഷേ ഈ ഒരു പേഴ്സൺ ഇവിടെ കുറച്ച് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവരും അവരുടെ ഒരു ഫുൾ എഫേർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷനിലേക്ക് ഇത് വന്ന് പെട്ടു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സിറ്റുവേഷൻസ് ഇത് പറഞ്ഞത് നിങ്ങൾക്കപ്പോൾ പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഇത് കണക്റ്റഡ് ആവുന്നുണ്ടോ, റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അതായത് എന്തായിരുന്നു ആ ഒരു പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് ആ ഒരു ലോസ് ആയി പോയിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ടിവിറ്റി കട്ടാവാനുള്ള കാര്യം. അപ്പോൾ അത് മാറിയിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ട്രസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ആൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം. നിങ്ങൾ ആദ്യമൊക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിലും പിന്നീട് സൈലൻ്റായിട്ട് ഇവർക്കൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് പോയിട്ട് അവർ ഏത് ഏരിയയിലേക്കാണോ ചെന്നിട്ടുള്ളത് അവിടെ വർക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ട്രൂത്ത് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു നമുക്കിവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചോയ്സും കൂടി അതിനകത്ത് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം ഒരുമാതിരി മനസ്സിലാവുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് അന്ന് അവർക്ക് തെറ്റായിട്ട് തോന്നിയ കാര്യമാണ്, അതിപ്പോൾ ശരിയായിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അന്ന് നിങ്ങൾ തെറ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ കെയറിങ് എല്ലാം മറ്റൊരു രീതിയിലാണ് അവർ കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എല്ലാം വാല്യൂ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ചെയ്തതും പറഞ്ഞതും തെറ്റായിപ്പോയി എന്നുള്ളൊരു റിഗ്രറ്റ് ഈ ഒരു പേഴ്സണുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവരാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർക്ക് നല്ലതിനല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ശരിയല്ല, ഇത് വേണ്ട, ഇത് കട്ട് ചെയ്യൂ എന്നൊക്കെ ഇവർക്ക് ചിലപ്പോൾ പലരും ഉപദേശം കൊടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലിയിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം. അപ്പോൾ പല ഭാഗത്തു നിന്നും ഈ ഒരു പേഴ്സൺ പലരുടെ അഡ്വൈസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരിതെല്ലാം നിർത്തിയിട്ട് ഇവർ സ്വയമേ ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ ഇപ്പോൾ ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരുടെയും ഒരു അഡ്വൈസ് ഈ ഒരു പേഴ്സൺ സ്വീകരിക്കുന്നില്ല. ഇവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ മനസാക്ഷിക്ക് തോന്നുന്നുണ്ട് എന്തായിരുന്നു ശരി, എന്തായിരുന്നു തെറ്റെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ് എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് ഒരു പാർട്ടിസിപ്പേഷനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ആ ജോയിൻ ചെയ്ത് പഴയതുപോലെ ഒന്നായി തീരുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തുക. ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇത് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റീജോയിനിങ് നിങ്ങൾ പഴയതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിംഗിൾസായിട്ട് ഇരിക്കുന്ന, സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരാൾ ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തി, ഒരാൾ സിംഗിൾ, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു റീജോയിനിങ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് തന്നെ, തീർച്ചയായിട്ടും ആ ഒരു സെൽഫ് ഇൻറ്റ്യൂട്ടീവ് പവർ ഇവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇനി ആർക്കും പെട്ടെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയാനോ അല്ലെങ്കിൽ ഇവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് നല്ലത് വരുത്താൻ വേണ്ടി പറയുന്നു എന്നുള്ള ഭാവത്തിൽ നുണക്കഥകൾ പറഞ്ഞു കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരിപ്പോൾ കാര്യങ്ങളെല്ലാം സ്വയം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു ടൈം, ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
അതായത് ചിലവരൊക്കെ ഇപ്പോൾ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വന്നിട്ട് 2-3 ആഴ്ചകളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവർക്കത് താങ്ങാൻ പറ്റില്ല. അത് മറ്റൊരു കാര്യമാണ്. നമ്മൾ സ്ഥിരം ഒരാളിൽ നിന്ന് നമ്മൾ അവരുടെ കെയർ അനുഭവിക്കുന്നു, ഡെയിലി വിളിച്ച് സംസാരിക്കുന്നു, ആ കണക്ഷൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അത് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ കരയ്ക്ക് പിടിച്ചിട്ട് മീനെ പോലെയാവും, ശ്വാസം മുട്ടി പടയലായിരിക്കും. പക്ഷേ എങ്കിലും മനസ്സിലാക്കുക, എല്ലാത്തിനും ഒരു ടൈമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ നിങ്ങളാരും ഒന്നും ചെയ്തിട്ടല്ല ഇവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ സഹായിച്ചിട്ടുണ്ടാവാം, അതല്ല ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. എങ്കിലും ടൈം എടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവർക്കൊരു വെളിവ് വീണിട്ടുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും തേർഡ് പാർട്ടിയുടെ ഇടയിൽ കിടന്ന് ഈ പേഴ്സൺ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ആരാണോ പറയുന്നത് അങ്ങോട്ടേക്ക് പെട്ടെന്നൊരു ചായ്വ്, പെട്ടെന്ന് എടുക്കുന്നൊരു ഡിസിഷൻ, നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, മനസ്സാകെ മോശമായിട്ടിരിക്കുന്നൊരു സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയില്ല, ആ രീതിയിലൊക്കെ ആയിരുന്നിരിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് ശാന്തമാണ്, അല്ലെങ്കിൽ അവർ അനുഭവിച്ച് തന്നെ പഠിച്ചു എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. അപ്പോൾ ഇവിടെ അവർ ആ ഒരു പാർട്ടിസിപ്പേഷൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ട്രാവലിംഗ് കാർഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഒരു ആവേശത്തിൻ്റെ പുറത്തൊരു തീരുമാനം എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അവർ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അതാണ് ഇവരുടെ ഒരു എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നുള്ളൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം എന്നുള്ളത് മാത്രമല്ല ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ പല സിറ്റുവേഷനിലും പറയാറുണ്ട്, ഇതാണ് നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പക്ഷേ അങ്ങനെ എത്തിച്ചേർന്നതിന് ശേഷം പിന്നെന്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി, പിന്നെന്താണ് നമ്മളവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് പലർക്കും പ്ലാനിങ് ഇല്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ അത് കൂടി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അവരിങ്ങനെ വരുമ്പോൾ പല പ്രശ്നങ്ങളും പല ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം, പലവരുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം കൊടുത്തേക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്ലാനിങ് ആണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ആ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു സ്ട്രെങ്തനിങ് കാർഡും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവരവരുടെ സ്ട്രെങ്ത്ത് തിരിച്ചറിഞ്ഞു. ഒരു ഘട്ടം വന്നപ്പോൾ അവർ ഒന്ന് പതറിപ്പോയി, അത് ശരി തന്നെ, അവിടെ നിങ്ങളുടെ ഒരു പങ്കും ഉണ്ടായിട്ടുണ്ട്. അവരെ ഒന്ന് എന്താ പറയുക, ഒന്ന് കൂളാക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ചിലപ്പോൾ തണുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവർ കെയർ, പൊസസീവ്നെസ് കാരണം ചിലപ്പോൾ നിങ്ങളൊന്നും അവരെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് അവരൊന്ന് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് ചിന്തിക്കുന്നു. അവർക്കൊരു ഇൻറ്റ്യൂട്ടീവ് പവർ ഉണ്ടാവുന്നു. അവരുടെ മനസാക്ഷി പറയുന്നത് കേൾക്കാനായിട്ട് അവരൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർ വളരെ ആലോചിച്ച് നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കൺഫർമേഷൻ കാർഡ്, അതായത് ആ ഒരു മെയിൻ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഡിലിജൻസ് എന്നുള്ള കാർഡാണ്. ആ ഡിലിജൻസ് എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയുണ്ട്. കാരണം വളരെ ശ്രദ്ധാപൂർവം വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അവർ ഓരോ സ്റ്റെപ്പും വളരെ കൺസിസ്റ്റൻ്റായിട്ട് സൂക്ഷ്മതയോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് വരാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ അറ്റൻറ്റീവായിട്ട്, എന്താ പറയുക, വളരെ ഉറച്ച ഒരു കാൽവെപ്പോടുകൂടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനൊരു നല്ല ഫ്യൂച്ചർ വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂച്ചർ ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി കുറച്ച് ദീർഘദർശിയായിട്ടും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പമുള്ള ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നല്ല രീതിയിൽ അത്രത്തോളം സ്നേഹത്തോടെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റായിട്ട് പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ബ്രേക്കപ്പിന് ശേഷവും ആ രീതിയിൽ പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടും കോൺടാക്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് പറയാനുള്ള റീസൺസും കാണും. ചിലപ്പോൾ അവർ എടുപിടിയെന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കൊരു കോൺടാക്റ്റ് കിട്ടുമായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ അത് വീണ്ടും നിങ്ങൾക്ക് പണിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്റ്റ് കിട്ടാനുള്ളൊരു സാധ്യത ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഇവർ വളരെ ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി അവരൊരു തീരുമാനം എടുക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. അവർ തീരുമാനം എടുത്തിട്ടുണ്ട്,
പക്ഷെ അത് നടപ്പിലാക്കുന്നതായിട്ട് കാണുന്നില്ല. അതിനുള്ള ഒരു ഡിവൈൻ ടൈം അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില പദ്ധതികൾ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിലിജൻസ് കാർഡ് പറയുന്നത് പോലെ തന്നെ ഒരു വളരെ സ്ട്രോങ് ആൻഡ് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇങ്ങനെയുള്ളതാണെങ്കിൽ വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും അവർ വരും എന്നുള്ളതാണ്. പെട്ടെന്ന് അവർക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു കോൺടാക്റ്റ് കിട്ടും. വെറും ഒരു കോൺടാക്റ്റ് അല്ല, നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് വരും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ സീക്രട്ട് ഫീലിങ്സ് ഇതാണ്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു കുറ്റബോധമുണ്ട്. നിങ്ങളോട് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടോ, റോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് ചിലപ്പോൾ വാല്യൂ തരാത്ത പോലെ, അത് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ടോക്സിസിറ്റി ആയിരുന്നു എന്ന് മറ്റേ ആൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് അത്രത്തോളം പെയിൻ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വിഷമിപ്പിച്ചതിനൊക്കെ അവർ മനസ്സിൽ കുറ്റബോധമുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു നല്ല ഡിസിഷൻ എടുത്തിട്ട് വരാനായിട്ട് പോകുന്നതും. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സമയം മാറിയതുകൊണ്ടോ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവർ വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ആരൊക്കെയായിട്ടാണ് ക്ലൂസും കൂടി റെസണേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ക്ലൂസിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ, ഒക്ടോബർ മന്ത്, ലെറ്റർ I, April month, letter E, letter T, number 21, Kollam, number 17, Kozhikode, letter G, Leo zodiac sign, November month, number 15, Idiki, letter D, number 14, March month, number 10, number 31, number 4, number 7, letter P, letter R, letter N, letter Z, letter W, number 27, Aries, Kottayam, and the last one Sagittarius. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ്, വേർഡ്സ് ആൻഡ് എനർജി, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ആണോ എന്നുള്ളത് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് കരുതുക. നിങ്ങൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ബൈ.